ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവനെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് ഇൻഡോറിൽ നിന്നും ജോയി വർഗീസ് ബ്രദറാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ മകൻ ജോയൽ വർഗീസിന് വേണ്ടിയാണ്. 17 വയസ്സാകുന്നു. തൻ്റെ മകൻ്റെ അൾസർ പൂർണ്ണമായി സൗഖ്യമാകുന്നതിനായിട്ട് കഴിഞ്ഞ ചില നാളുകളായി ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ച് ഇപ്പോൾ അവന് മാറ്റമായി അവൻ്റെ വെയിറ്റ് വർദ്ധിക്കുന്നു. എന്നാൽ കർത്താവ് പൂർണ്ണമായി തനിക്ക് സൗഖ്യം കൊടുക്കേണ്ടതിനായിട്ട്, കർത്താവിൻ്റെ അത്ഭുതം ഇതിനകത്ത് സംഭവിക്കേണ്ടതിന്, കർത്താവ് ആ മകനെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് ഇവർ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ കാരണം ആ മകന് മാറ്റം വരുന്നത് കൊണ്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ എപ്പിസോഡ് കഴിയുമ്പോൾ അസാധാരണമായൊരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യം നമ്മുടെ നടുവിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. അതേപോലെ തന്നെ ജോയി വർഗീസ് ബ്രദറിന് മെയ് മാസം അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ കുടുംബത്തെ അത്ഭുതകരമായി മുമ്പോട്ട് നടത്തേണ്ടതിനായിട്ട് എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വസിക്കുന്നു ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആർക്കും കടക്കാനല്ലാത്ത ദൈവം ഇവർക്ക് വേണ്ടി ഒരു വലിയ പ്രവൃത്തി അയക്കാൻ പോവുകയാണ്. വലിയൊരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. കണ്ടുകൊണ്ട് നടക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ജോയി വർഗീസ് ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ ജോയൽ വർഗീസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പിണരാനുള്ള സൗഖ്യം, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുമെന്നുള്ള അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ ആ മകൻ്റെ അൾസർ പൂർണ്ണമായി മാറുന്നതിനായി സ്തോത്രം. അവൻ്റെ ഉദരം സൗഖ്യമാകുകയാണ്. കർത്താവിൻ്റെ വെയിറ്റ് വർദ്ധിക്കാൻ പോകുന്നു. കർത്താവെ, അത്ഭുതകരമായി ആ മകൻ മുമ്പോട്ട് പോകാൻ പോകുന്നതിനായി സ്തോത്രം. അതേപോലെ തന്നെ കർത്താവെ, ഞങ്ങൾ ജോയി വർഗീസ് ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയുടെ വാതിലങ്ങ് തുറന്നതിനായി. കർത്താവ് എന്നോട് ഇങ്ങനെയൊന്ന് പറയുന്നു, ഒരു വഴി അടഞ്ഞാൽ 7 വഴികൾ ദൈവം തുറക്കും. കർത്താവിൻ്റെ അത്ഭുതകരം ഈ മകന് വേണ്ടി തുറന്നതിനായി സ്തോത്രം. 119 സങ്കീർത്തനം 105 വാക്യം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാകൽ. കർത്താവെ, ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ഇന്ന് ഈ മകൻ്റെ വാതിൽ തുറക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊരു അത്ഭുത സാക്ഷ്യമാകുന്നതിനായി നന്ദി. ഇതൊരു വലിയ ദൈവപ്രവൃത്തിയാകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഈ വചന സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു പ്രസംഗത്തിൻ്റെ വലിപ്പവുമായിട്ടല്ല. ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് അളവില്ലാതെ ചലിക്കുകയും അനേക ജീവിതങ്ങൾക്ക് ഇതൊരു വിടുതലായി തീരുകയും ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായത് എന്തോ ഒന്ന് സംഭവിക്കാൻ പോവുകയാണ്. കാരണം പരിശുദ്ധാത്മാവാണ് ദൈവികമായ നന്മകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഒരു അനുഗ്രഹത്തിൻ്റെ ചാനൽ പോലെയാണ്. ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാമത്തെ വാക്യം പറയുന്നു, ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിനു മീതെ ഇരുളായിരുന്നു, വെള്ളത്തിനു മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ട്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ വാക്യത്തിൻ്റെ ആഴം പറയുന്നു, ഭൂമിയിൽ 3 തിന്മകൾ ചലിച്ചുകൊണ്ടിരുന്നു. 1 പാഴാക്കുന്ന, 2 ശൂന്യമാക്കുന്ന, 3 ഇരുളാക്കുന്ന. ജീവിതത്തിനകത്ത് എത്ര ശ്രമിച്ചിട്ടും മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനേകർ എന്നെ ശ്രദ്ധിക്കുന്നു. പാഴായതുപോലെ വർഷങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ ജോലിയില്ലാതെ, അറിയാം, കുടുംബ തകർച്ചയിൽ, രോഗത്തിൻ്റെ അനുഭവത്തിൽ പാഴായതുപോലെ എന്നെ കേൾക്കുന്ന അനേകരുണ്ട്. അതേ നിലയിൽ തന്നെ ശൂന്യമാക്കപ്പെടുകയാണ്. 100 രൂപ വരുമാനമുള്ളിടത്ത് 1000 രൂപ ചെലവാകുന്ന അനുഭവം. ആ തലം ഒന്ന് മനസ്സിലാകണമെങ്കിൽ അറിയാം, നമ്മൾ തൊടുന്നതെല്ലാം അങ്ങ് എക്സ്പെൻസിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് അന്നത്തെ പൈസ കിട്ടി, ആ അന്നത്തെ കൂലി കിട്ടിയിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ ഒരു ആശുപത്രി കേസ് വരികയാണ്. അറിയാം, ജീവിതത്തിനകത്ത് തൊടുന്നതെല്ലാം ഒരു ആക്സിഡൻറ്റ് പോലെ, ജീവിതത്തിനകത്ത് എല്ലാം ശൂന്യമാക്കപ്പെടുകയും പാഴാക്കപ്പെടുന്നത് പോലെയുള്ള ആഴം. ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നത്, നിങ്ങൾ ഇടുന്ന പൈസ മുഴുവൻ ഒരു ഓട്ടസഞ്ചി പോലെയാണ്. അടിഭാഗം തുന്നലില്ലാത്തതുപോലെ, ഇടുന്നതെല്ലാം താഴേക്ക് പാഴായതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 3-ാമത്തത് ഇരുളായ അനുഭവമാണ്. മുമ്പിലോട്ട് ഒന്നും കാണുന്നില്ല. ജീവിതത്തിനകത്ത് ഭാവിയെല്ലാം അടഞ്ഞതുപോലെ തന്നെ ആ കേൾക്കുന്ന ആരൊക്കെയുണ്ട്. അവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, നിങ്ങളിപ്പോൾ ദൈവ സാന്നിധ്യത്തിന് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മോശയോട് ദൈവം പറഞ്ഞത്, എൻ്റെ സാന്നിധ്യം
നിന്റെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത തരുമെന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാ ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഇതാ പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മേലിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 3 തിന്മകൾ വാണുകൊണ്ടിരിക്കുന്നിടത്ത് പാഴാകുന്ന, ശൂന്യമാകുന്ന, ഇരുളാകുന്ന അനുഭവത്തിൽ ഒരു തള്ളക്കോഴി മുട്ടയുടെ മേലിൽ ചിറക് വിരിച്ചിരിക്കുന്നത് പോലെ ഭൂമിയുടെ മേലിൽ ഇതാ പരിശുദ്ധാത്മാവ് ചിറക് വിരിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആഴം ചലിക്കുകയാണ്. വെള്ളത്തിന് മേലിൽ പരിവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ് ഇതാ നിങ്ങളിരിക്കുന്നിടത്തേക്ക് ചലിക്കുന്നു. ഇതാ പിതാവ് അധരം തുറന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുകയാണ്. എന്നെ കേൾക്കുന്നവരെ, പരിശുദ്ധാത്മാവിൻ്റെ നിറം എവിടെയുണ്ടോ അവിടെ ദൈവശബ്ദം വെളിപ്പെട്ടാൽ സൃഷ്ടിപ്പുകൾ സംഭവിക്കും. എങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായി നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവാണ് നമ്മെ ദൈവികതയിലേക്കും ദൈവിക വിടുതലുകളിലേക്കും കൊണ്ടുപോകുന്നത്. യോഹന്നാൻ വ്യക്തമായി വിളിച്ചു പറയുന്ന പദങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13, 14, 15 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. 14-ാമത്തെ വാക്യം, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. 15-ാമത്തെ വാക്യം, പിതാവിൽ നിന്നുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. ഈ 3 വാക്യങ്ങൾ ആഴമായി നാം കാണുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്നവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത അവൻ സ്വയമായി സംസാരിക്കുന്നില്ല. അവൻ പുത്രനിൽ നിന്നുള്ളത് എടുത്ത് എനിക്കും നിങ്ങൾക്കും അറിയിച്ചു തരികയാണ്. പുത്രനിൽ നിന്നുള്ളത് പിതാവിൽ നിന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, നാം ത്രിയേക ദൈവത്തെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ഇന്നലെ കേൾക്കുന്നതെങ്കിൽ ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചലനങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വഴിത്തിരിവുകൾ സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ശ്രദ്ധിക്കണമേ, ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സൃഷ്ടിപ്പുകൾ സംഭവിക്കാൻ പോകുന്നു. ഈ ദൈവവചനത്തിൻ്റെ ശക്തി ജീവിതത്തിനകത്ത് ഇരുളായി മുമ്പോട്ട് ഇനി വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിലരെ നോക്കിയിട്ട് വിളിച്ചു പറയുന്നു. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ പാതയെ നേരെയാക്കുന്ന, ജീവിതത്തിൽ പ്രകാശത്തെ കൊണ്ടുവരുന്ന ദൈവവചനത്തിൻ്റെ ശക്തി അളവില്ലാതെ നിങ്ങളുടെ മേളിലേക്ക് ഇപ്പോൾ ചൊരിയപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവെ ഞങ്ങൾ അധികം വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പുതിയ തലം തുറക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ, ഞങ്ങളുടെ കരം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തുറക്കണമെന്നൊക്കെ പറഞ്ഞു അധരം ചലിപ്പിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ചിന്തയിൽ നിങ്ങളെ ഒരു പ്രസംഗം കേൾക്കാനിരിക്കുന്നത് പോലെ ഇരിക്കരുത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വർഷങ്ങൾ നടക്കാത്ത, വർഷങ്ങൾ നിശ്ചലമായി പോയ, ജീവിതത്തിനകത്ത് ഇനി ഒരു മുന്നേറ്റമില്ലെന്ന് പറയുന്നവർ അധരം ചലിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ ശബ്ദം ഉയരുമ്പോൾ, നിങ്ങൾ ദൈവികമായ ആ വിഷനിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കെട്ടുകൾ അഴിയുകയും സഡനായി ചില വാതിലുകൾ തുറന്നു വരികയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കാണുകയും അങ്ങനെ കേൾക്കുകയൊക്കെ ചെയ്യുന്നവർ ഇപ്പോൾ തന്നെ നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കി ഏകാഗ്ര ഹൃദയത്തോടെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ചിലവർക്ക് കടന്നുപോയ സാഹചര്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ജീവിതത്തിനകത്ത് ഇനി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവത്തോട് അടുക്കാൻ കഴിയാത്ത അനുഭവങ്ങളിലാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, 1 മിനിറ്റ് ഹല്ലേലൂയ ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. 1 മിനിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ 20 സെക്കൻഡുകൾ നിങ്ങൾ ദൈവികതയിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഏകാഗ്ര ഹൃദയത്തോടെ, മനസ്സൊരുക്കത്തോടെ, പഴയ തകർന്ന അനുഭവങ്ങളെല്ലാം വിട്ടിട്ട് നിങ്ങളിതാ പുതിയ മേഖലയിലേക്ക് വരികയാണ്. ഞാൻ ഈ പഴയത് എന്ന് പറയുമ്പോൾ തന്നെ യേശയ്യാവ് വിളിച്ചു പറയുന്നു, നിങ്ങൾ മുമ്പുള്ളവ ഓർക്കേണ്ട, പണ്ടുള്ളവയും നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു. ദൈവത്തിന് മാത്രമാണ് സഡനായി നമ്മുടെ ജീവിതത്തിൽ പുതിയത് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ അഹരോന്റെ വടിയെ ഒറ്റ രാത്രി കൊണ്ട് തളർത്ത് പൂത്ത് ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ കേൾക്കുന്ന മണിക്കൂർ മുതൽ തടയപ്പെട്ട് കിടക്കുന്ന ചിലത് എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങൾ ഒരു ഫ്രീസ് ആയി പോയതുപോലെ, ഒരു ബിസിനസ്സിന് ഇറങ്ങി, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു, വിവാഹം നടന്നു, എല്ലാം ഫ്രീസ് ആയതുപോലെ, എല്ലാം തകർന്ന് നിൽക്കുന്ന ചിലവരെന്നെ കേൾക്കുന്നുണ്ട്. വർഷങ്ങളായി ഒരു എഴുന്നേൽപ്പില്ലാതെ, വർഷങ്ങളായി ഒരു നന്മ കാണാതെ നിൽക്കുന്നവർ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നിങ്ങൾ എഴുന്നേൽക്കുമെങ്കിൽ, ഇപ്പോൾ ഈ ദൈവവചനത്തിൻ്റെ ശബ്ദത്താൽ നിങ്ങൾ എഴുന്നേൽക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഒരുങ്ങിയാട്ടെ. ഈ സമയം മുതൽ നിങ്ങൾ പ്രതികരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതൽ നിശ്ചയമാണ്. ഹല്ലേലൂയ. അപ്പോൾ 1 മിനിറ്റത്തെ പ്രാർത്ഥന
പ്രാർത്ഥനയുടെ പ്രത്യേകത ആദ്യത്തെ 20 സെക്കൻഡുകൾ ഏകാഗ്രഹൃദയത്തോടെ ഇരിക്കുകയും രണ്ടാമത്തെ 20 സെക്കൻഡുകൾ എന്ന് പറയുന്നത് അറിയുക, ദൈവമേ എന്നെ സഹായിക്കണം, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച യഹോവയിൽ നിന്നാണ് വരുന്നത്, എൻ്റെ സഹായം ഉയരത്തിൽ നിന്നാണ്. നമ്മൾ ദൈവത്തോട് സഹായം ചോദിക്കുകയാണ്. യേശയ്യാവ് 41 അധ്യായം അതിൻ്റെ 10 വാക്യം പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇതാ നമ്മെ താങ്ങുന്ന, നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ഇപ്പോൾ തിരിച്ചറിയുന്നത്. അങ്ങനെ ആ 20 സെക്കൻഡുകൾ ദൈവത്തോട് സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ അടുത്ത 20 സെക്കൻഡുകൾ നിങ്ങളുടെ വിഷയങ്ങളെ ദൈവത്തെ അറിയിക്കുകയാണ്. സ്തോത്രത്തോടുകൂടെ നമ്മുടെ വിഷയങ്ങളെ ദൈവത്തെ അറിയിക്കുമെങ്കിൽ ഈ 1 മിനിറ്റ് കൊണ്ട് നമ്മിൽ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നമ്മിൽ നമ്മുടെ പ്രാർത്ഥനകൾ കൈമാറുന്നതോടെ 55 സങ്കീർത്തനം 22 വാക്യം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ തന്നെ പ്രാർത്ഥനയുടെ ആഴം വെളിപ്പെട്ട് വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ തന്നെ വലിയ ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സമാധാനത്തിലേക്ക് വരികയാണ്, നിങ്ങളിപ്പോൾ സ്വസ്ഥതയിലേക്ക് വരുന്നു. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെ ഒരുക്കത്തോടെ ഇപ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്നവരാണെങ്കിൽ ഇന്നത്തെ ഈ ചിന്തയുടെ ആഴം എന്ന് പറയുന്നത് ജീവിതം നിശ്ചലമായി പോയതുപോലെ, ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, കടന്നുപോയ സാഹചര്യത്തിനകത്ത് ദൈവിക ആലോചനയല്ലാതെ, ദൈവിക വഴിയല്ലാതെ തെറ്റായ വഴികൾ തിരഞ്ഞെടുത്ത് എല്ലാം അവസാനിച്ചു പോയതുപോലെ നിൽക്കുന്നത് പോലെയും, അതേപോലെ നിങ്ങളുടെ ശത്രുക്കൾ, നിങ്ങളെ ഇഷ്ടമില്ലാത്ത ചിലവർ അറിയാം, നിങ്ങൾക്ക് വിരോധമായി ദുർക്കർമ്മങ്ങൾ, ആഭിചാരങ്ങൾ ചെയ്ത് നിങ്ങൾ ചിന്തിക്കാത്ത അനുഭവങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദുരിതവും പ്രശ്നവും തകർച്ചയും വന്ന് ഇന്ന് ഫ്രീസ് ആയതുപോലെ നിൽക്കുന്നവർ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ നിമിഷം മുതൽ നിങ്ങൾ പ്രതികരിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പാസ്റ്റർ, എൻ്റെ ജീവിതത്തിനകത്ത് എല്ലാം അവസാനിച്ചിട്ട് കുടുംബം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിലവർ ഞാൻ നോക്കി വിളിച്ച് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്താൻ തയ്യാറാകണം. ഹല്ലേലൂയ. നിങ്ങളുടെ വോയിസിനെ നിങ്ങൾ ആക്ടിവേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ. ഇതാ പൗലോസും ശീലാസും അടിയേറ്റ് കാരാഗ്രഹത്തിൽ കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടപ്പെട്ടവരായി കിടക്കുകയാണ്. എന്നാൽ ആ അർദ്ധരാത്രിയിൽ അവർ പ്രതികരിച്ചു തുടങ്ങി. അവരുടെ ശബ്ദം, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ കൈകാലുകൾ തളർന്ന അനുഭവമായിരിക്കാം, നിങ്ങൾ ദീർഘനാളുകളായ ഒരു കിടക്കയിൽ കിടക്കുകയായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനി ഒരു മറുപടി ഇല്ലാതെ നിൽക്കുകയായിരിക്കും. പക്ഷെ നിങ്ങളുടെ ആധരം ബന്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വോയിസിനെ, നിങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ ആക്ടിവേറ്റ് ആക്കുക, നിങ്ങളുടെ ആധരം ചലിപ്പിച്ചു തുടങ്ങുക. അതിനകത്തൊരു വിടുതലുണ്ട്, അതിനകത്തൊരു അത്ഭുതമുണ്ട്. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചു. ഇതാ പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് പാടി സ്തുതിക്കുവാൻ തുടങ്ങി. എന്നെ കേൾക്കുന്നവരെ, അവരെ ആധരം ചലിക്കാൻ തുടങ്ങിയതോടെ അവരെ കെട്ടിയ ചങ്ങലകൾ അഴിഞ്ഞു, അവരെ കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി ആ കാരാഗ്രഹം തകർന്നു വീഴുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വോയിസിനെ നിങ്ങൾ ആക്ടിവേറ്റ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദ തരംഗങ്ങളിലൂടെ നിശ്ചലമായി കിടക്കുന്ന ചില ആത്മമണ്ഡലത്തിനകത്ത് ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നൊരു പ്രസംഗമായിട്ടല്ല നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ മിനിറ്റ് മുതൽ ഒരുക്കത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഒരുക്കത്തോടെ ചില മിനിറ്റുകൾ പ്രതികരിക്കുകയാണ്. നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ നിങ്ങളുടെ കരകൾ ചലിപ്പിക്കുക, നിങ്ങൾ ഇരിക്കുന്നിടത്ത് കൈ ഉയർത്തുക, നിങ്ങളുടെ ശബ്ദത്തിനകത്ത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കാരണം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങൾ നീങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു അസാധാരണ ദൈവപ്രവൃത്തി സംഭവിക്കാൻ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല, എന്നാൽ ചിലവർക്ക് വ്യക്തമായി മനസ്സിലാകും. ഫോണുകൾ ഉപയോഗിക്കുന്ന, അതേപോലെ തന്നെ സാംസങ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ അതിനകത്ത് വോയിസ് ആക്ടിവേഷൻ ഉണ്ട്. ഇന്ന് ലോകം ഇത്രത്തോളം പുരോഗമിച്ച് നിൽക്കുമ്പോൾ വോയിസ് കമാൻഡ്മെന്റ് ഉണ്ട്. ഹല്ലേലൂയ. അല്പദൂരത്തിലാണെങ്കിൽ നമ്മുടെ കൈകൾ തൊടാതെ, നമ്മൾ സ്പർശിക്കാതെ, നമ്മൾ കീപാഡുകൾ ഞെക്കാതെ ഇതാ നമ്മുടെ വോയിസ് കൊണ്ട് നമുക്ക് കോളുകൾ ചെയ്യാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഇന്നയാളുടെ പേര് വ്യക്തമായി നാം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നയാളുടെ പേര് വ്യക്തമായി നിങ്ങൾ ആ ഫോണിലേക്ക് നിങ്ങളുടെ ശബ്ദം ഉയർത്തി പറഞ്ഞാൽ അതിനകത്ത് ഇത് ആ ഫോണിലൂടെ കോൾ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ആ വ്യക്തിയെ നമുക്ക് കോൾ ചെയ്യാൻ കഴിയുന്നു. അതേപോലെ തന്നെ നമ്മുടെ ശബ്ദം വ്യക്തമാണെങ്കിൽ നമുക്ക് മറ്റുള്ള ഭാഷകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജിനെ മാറ്റാൻ കഴിയുന്നത് കാണാൻ കഴിയും, ടൈപ്പ് ചെയ്യാൻ കഴിയുന്നത് കാണാൻ കഴിയും. കാരണം എന്ന് പറഞ്ഞാൽ ലോകം ഇത്രത്തോളം പുരോഗമിച്ച് നിൽക്കുമ്പോൾ ലോകം പറയുന്നു നിങ്ങളുടെ ശബ്ദ തരംഗങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസിനെ കൊണ്ട് ചിലതിനെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന്. ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ വോയിസ് ഒരു കോഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വഴി തുറക്കേണ്ടത് മുഴുവൻ നിങ്ങളുടെ നാവിൻ്റെ അധികാരത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഫ്രീസായി പോയി എടുത്തുന്നത് ഇപ്പോൾ ദൈവത്തിൻ്റെ നന്മകളെ നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ ആക്ടിവേറ്റ് ആക്കുക, നിങ്ങളുടെ ശബ്ദം ഉയർത്തുക, നിങ്ങൾ പ്രതികരിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത് തിമായിയുടെ മകനായ ഭർത്തിമായി എത്ര നാൾ അവൻ ഭിക്ഷക്കാരനായിരുന്നെന്ന് അറിയത്തില്ല, എത്ര നാൾ അവൻ അപ്പൻ്റെ പേരിൽ അറിയപ്പെട്ടെന്ന് അറിയത്തില്ല. പക്ഷെ അവൻ വഴിയരികിൽ ഇരിക്കുമ്പോൾ
അവൻ്റെ ഒരു ശബ്ദത്തെ കേട്ടു, അവൻ ആരവത്തെ കേട്ടു. അവൻ നിൽക്കുന്നവരോട് ചോദിച്ചു, ഈ ആരവം എന്താണ്? അവർ പറഞ്ഞു, നസറേന യേശു ഇതാ കടന്നു പോവുകയാണ്. അവൻ വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞു, ആരോ അവൻ്റെ ഉള്ളിൽ പകർന്നൊരു അറിവുണ്ട്, ദാവീദിന്റെ പുത്രനിലൂടെ എനിക്ക് സൗഖ്യം വരും, എൻ്റെ കാഴ്ച മടങ്ങി വരുമെന്നുള്ളത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദാവീദിന്റെ പുത്രൻ കുരുട്ട് കണ്ണുകളെ തുറക്കുന്നവനാണ്. ഇതാ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, അവന്റെ ശബ്ദം പൊങ്ങി. യേശു അവിടെ നിന്നുകൊണ്ട് അവന്റെ ആഗ്രഹത്തെ പകരുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഇതാ വർഷങ്ങൾ കാഴ്ചയില്ലാത്തവൻ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം അവന് നഷ്ടപ്പെട്ടതിന് ദൈവം മടക്കി കൊടുക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിനകത്ത് ഇതാ ചില സൃഷ്ടിപ്പുകൾ സംഭവിക്കാൻ പോകുന്നു. ഉയരത്തിൽ തടയപ്പെട്ട് കിടക്കുന്ന ചിലത്, ആകാശമണ്ഡലങ്ങളിൽ തടയപ്പെട്ട് കിടക്കുന്നത് ഇതാ നിന്റെ മുകളിലേക്ക് ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ചിലത് തുറന്നു വരാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ കാണുന്ന ചിലവർ എന്റെ കൂടെ ചേർന്നുകൊണ്ട് ശബ്ദം ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായത് ചിലത് സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടതിനായിട്ട്, നമ്മൾ ഹല്ലേലൂയ മാർക്കറ്റിൽ പോകുന്നവരാണ്. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള വീടിനടുത്തുള്ള മാർക്കറ്റിൽ ചെല്ലുന്നത്, ചിലപ്പോൾ ഫിഷ് മാർക്കറ്റിലായിരിക്കാം ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഒരു നിരയിൽ തന്നെ ഒരു കൂട്ടം ഹല്ലേലൂയ ആൾക്കാരിൽ നിന്ന് പലവിധമായ മീനുകൾ വിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അറിയാം, അതിനകത്ത് ഓരോരുത്തരും വിളിക്കും, മോനെ ഇഞ്ഞു വാ, സഹോദര ഇഞ്ഞു വാ, സാറേ ഇഞ്ഞു വാ എന്ന് പറഞ്ഞുകൊണ്ട് പലരും വിളിക്കുന്നു. പക്ഷെ ചില ശബ്ദങ്ങൾ നമ്മളെ ആകർഷിക്കുന്നതാണ്. അറിയാം, അവർ നമ്മളെ അടുത്ത് വിളിച്ചു വില പറയുന്നു, അറിയാം കുറച്ചെടുക്കാൻ പറയുന്നു. ആ കവർ നീട്ടുമ്പോൾ തന്നെ അവർ പറയും ഇച്ചൂടെ കൊണ്ടുപോകാൻ പറഞ്ഞ് 1 കിലോയ്ക്ക് പകരം 2 കിലോ ആക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവരുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവരുടെ ശബ്ദമാണ് നിങ്ങളെ അട്രാക്ട് ചെയ്തത്. എങ്കിൽ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വോയിസിനകത്ത്, നിങ്ങളുടെ ശബ്ദത്തിനകത്ത് ചില കോഡുകളുണ്ട്. അതിപ്പോൾ ചില റൂട്ടുകളെ തുറക്കാൻ പോവുകയാണ്. അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളെ തുറക്കാൻ പോവുകയാണ്. ആത്മാവിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ ഏറ്റവും വലിപ്പമായി സംഭവിച്ചത് പച്ചവെള്ളത്തെ അവൻ വീഞ്ഞാക്കി തീർത്തു. അവൻ പറഞ്ഞു അതിൻ്റെ വെളിയിൽ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആഴിക്കടലിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും പത്രോസിന് ഒരു മീനും പോലും കിട്ടാതെ നിൽക്കുമ്പോൾ ഇതാ യേശുവിൻ്റെ വാക്കിനാൽ അവൻ്റെ പടക് മാത്രമല്ല അടുത്തുള്ള പടകുകളോട് നിറയുന്ന അനുഭവങ്ങൾ ഉണ്ടായി. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വസിക്ക്, യേശു എനിക്ക് നിങ്ങൾക്കൊരു മാതൃകയാണ്. യേശു കടലിനോട് സംസാരിച്ചു, യേശു കാറ്റിനോട് സംസാരിച്ചു, യേശു തിരമാലയോട് സംസാരിച്ചു. അടങ്ങുക എന്നും ശാന്തമാകുക എന്നും സംസാരിച്ചെങ്കിൽ നിന്റെ വീട്ടിനകത്ത് ഇപ്പോൾ നീ സംസാരിക്കുമെങ്കിൽ, നിന്റെ ശബ്ദം ഉയരുമെങ്കിൽ ഒരു അസാധാരണ വിടുതൽ സംഭവിക്കാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ ഇന്നത്തെ ഈ സന്ദേശത്തെ നോക്കി വിളിച്ചു പറയുകയാണ്, അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് നിന്റെ സഹായം എഴുന്നേറ്റ് വരുന്നു. അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് നിനക്ക് വേണ്ടി കരങ്ങൾ നീളുകയാണ്. നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ചിലത് വെളിപ്പെട്ട് വരാൻ പോകുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഇന്ന് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ചിലവരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നുവരെയും കാണാത്ത ചലനങ്ങൾ ഇപ്പോൾ ഉണ്ടാകാൻ പോവുകയാണ്. ആ നിലകളിൽ നിങ്ങളോട് ഒരു വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മനയോട് നീങ്ങി കടലിൽ ചാടുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നിങ്ങൾ സംശയിക്കാത്തവരാണെങ്കിൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുന്നു. വചനം നമ്മോട് പറയുകയാണ്. മുമ്പിൽ നിൽക്കുന്ന മലയോട് മാറാൻ പറഞ്ഞാൽ, മുമ്പിൽ നിൽക്കുന്ന കാട്ടത്തിയോട് മാറാൻ പറഞ്ഞാൽ അത് മാറുമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന തടസ്സത്തെ നിങ്ങൾ സംശയിക്കാതെ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങളുടെ വോയിസിനെ നിങ്ങൾ ആക്ടിവേറ്റ് ആക്കുക. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഒരു സമയം കൊണ്ട് നിർത്തരുത്. നിങ്ങൾ കാണുന്നത് വരെയും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയണം. ആ പറയുന്നതിനകത്ത് ഭയങ്കര ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ നിന്റെ വിഷയം ചെറുതാകാൻ തുടങ്ങും, നിന്റെ ദൈവം വലുതാകാൻ പോവുകയാണ്. ദാവീദ് ഗോലിയാത്തിനെ വീഴ്ത്തിയതുപോലെ ആ പട്ടണത്തിലെ സകല മല്ലന്മാരും സകല ഉയർന്ന ആൾക്കാരും ഹല്ലേലൂയ ഗോലിയാത്തിനെ കണ്ട് ഓടുമ്പോൾ കഴിഞ്ഞ 39 ദിവസം ഒരേ ശബ്ദത്തിൽ ഇസ്രായേലിനെ വിറപ്പിച്ചവന്റെ മുമ്പിൽ ഇതാ ബാലന്റെ ശബ്ദത്തിൽ വീഴുകയാണ്. ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ ദാവീദ് ആദ്യം കല്ലെടുത്തല്ല അവനെ വീഴ്ത്തിയത്, തന്റെ വാക്കുകൾ കൊണ്ടാണ് ഗോലിയാത്തിനെ വീഴ്ത്തിയത്. ഇസ്രായേലിന്റെ ദൈവത്തോടു കൂടെ ഞാൻ നിന്നെ ജയിക്കാൻ നിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നെ കേൾക്കുന്നവരെ, ദാവീദ് ജയിച്ചത് തന്റെ അധരങ്ങൾ കൊണ്ടാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങൾ പറയുമ്പോൾ തന്നെ അസാധാരണ വിടുതലിലേക്ക് ഇസ്രായേൽ മക്കൾ ഇതാ യെരിഹോ മതിലിന്റെ മുമ്പിലേക്ക് വരികയാണ്. കർത്താവ് പറഞ്ഞ ആദ്യത്തെ 6 പ്രാവശ്യം നിങ്ങൾ സൈലന്റ് ആയി നടക്കണം. ഹല്ലേലൂയ. 7-ാമത്തെ പ്രാവശ്യം ആർപ്പിടുക. ഇതാ 7-ാമത്തെ പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ മതിൽ വീഴാൻ പോകുകയാണ്. നിങ്ങളുടെ ആർപ്പിന്റെ മുമ്പിൽ മതിലുകൾ വീഴുമെന്ന് മനസ്സിലാകുമെങ്കിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ മുമ്പിലെ തടസ്സങ്ങൾ മാറുമെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയണം. അത് നിങ്ങളുടെ മുമ്പിൽ അത്ഭുതമാകാൻ പോവുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്ന ചിലവരെ നോക്കി ഞാൻ ഈ വചന സന്ദേശത്തിൽ തന്നെ നിന്ന് പറയുന്നു, നിങ്ങളുടെ അധരത്തിന് ശക്തിയുണ്ടെങ്കിൽ നിങ്ങളുടെ ഉദരം നിറയാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ലോകപ്രകാരം എന്നെ കേൾക്കുന്നവരെ വിശ്വാസത്തിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. നിങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന്
ചേർന്ന് പറയണം, ഇമാജിൻ ചെയ്യുന്ന രീതിയിൽ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഒരു പടം വരയ്ക്കുന്നതിന് മുമ്പേ അവൻ്റെ മനസ്സിൽ ആ പടം വെളിപ്പെട്ട് വരും, ആ ചിത്രം വെളിപ്പെട്ട് വരും. ഇതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ വഴി തുറക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടാൽ നിങ്ങളത് പറയണം, ആ റൂട്ട് ഇതാ ഓപ്പൺ ആകാൻ പോവുകയാണ്. ആ റൂട്ട് ഓപ്പൺ ആകുമെന്ന് തോന്നുന്നതിൻ്റെ പ്രത്യേകത, ഞാൻ ആത്മാവിൽ ലോകപ്രകാരം ഇത് തെറ്റാന്ന് പലരും പറയും, അധ്വാനിച്ച് ജീവിക്കണം, പണിയെടുത്ത് ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ വചനം നമ്മോട് വ്യക്തമായി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് ആ വ്യക്തത? ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്. ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമൻ പറയാണ്, സദൃശവാക്യം 18 അധ്യായം അതിന്റെ 20 വാക്യം, വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവനെ തുറത്തി വരും. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും. ഈ വാക്യം പറയുമ്പോൾ ലോകക്കാർ പലരും കളിയാക്കാറുണ്ട്. ഹല്ലേലൂയ, നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കും, അതേപോലെ തന്നെ പണിയെടുത്ത് ജീവിക്കാനൊക്കെ. പക്ഷെ ബൈബിൾ നമ്മെ വ്യക്തമായി വിളിച്ചു പറയുന്നു, ലോകത്തിൻ്റെ നിയമത്തിന് വിരോധമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന ചിലവർ ഫേവറുകൾ കാണാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൊണ്ടെന്ന് പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു, ലോകത്തിൻ്റെ സിസ്റ്റവും ദൈവത്തിൻ്റെ സിസ്റ്റവും തമ്മിൽ വ്യത്യാസമാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നോ മറ്റെന്തെങ്കിലും നമുക്കൊരു വിടുതൽ ലഭിക്കണമെങ്കിൽ നാം ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമാണ്. എഴുതി ഫില്ല് ചെയ്ത് ഒപ്പിട്ട് കൊടുക്കണം. പക്ഷേ നിങ്ങളുടെ ആധരം ഒരു സൈനാണെന്ന് നിങ്ങൾ മനസ്സിലായാൽ നിങ്ങളുടെ ആധരത്തിൽ ഇപ്പോൾ ആത്മമനത്തിൽ ചിലത് അപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാനീ പറയുന്നത്, വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ നാവുകൾ വാതിലുകളെ തുറക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കാൻ തക്കവണ്ണം ദൈവം നിങ്ങളുടെ നാവുകളെ തൊടാൻ പോവുകയാണ്. ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ, ഇരമ്യാവ് പറയുന്നു, ഞാൻ ബാലനാണ്, എനിക്ക് കഴിയത്തില്ലെന്ന് പറയുമ്പോൾ ദൈവം അവൻ്റെ നാവിനെ തൊടുന്നത് നമുക്ക് കാണാം. എന്നിട്ട് പറയുന്നത്, ഞാൻ നിന്നെ ഒരു മെതിവണ്ടിയാക്കും, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മലകളെ ഇടിച്ച് നിരപ്പാക്കാൻ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ദുർഘടങ്ങളെ നിരപ്പാക്കാൻ എൻ്റെ ദൈവം നിന്റെ നാവിനെ തൊടാൻ പോകുന്നത് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ വിശ്വസിക്ക്. ഇതാ യെഹെസ്കേൽ പ്രവാചകനെ ദൈവം ഒരു അസ്ഥിത്താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അസ്ഥിത്താഴ്വരയിൽ നിൽക്കുമ്പോൾ യെഹെസ്കേലിനോട് ദൈവം ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ആ തലത്തിൽ നിൽക്കുമ്പോൾ പ്രവാചകൻ പറയുന്നു, അങ്ങ് അറിയുന്നു എന്ന് പറയുമ്പോൾ ദൈവം മറുപടി പറയുകയാണ്, ഈ അസ്ഥികളോട് നീ പ്രവചിച്ച് പറയേണ്ടത് യഹോവയുടെ വചനം കേൾക്കുക. ഈ വചന ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടാണെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ വോയിസ്, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, നിങ്ങൾ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നതാണ് നിങ്ങൾ അടുത്ത മണിക്കൂറിൽ കാണാൻ പോകുന്നത്, അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മാസങ്ങളിൽ കാണാൻ പോകുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ചിലരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, ലോകം പറയുന്നതല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ദൈവവചനത്തിനകത്ത് അടി ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സ്വപ്ന തുല്യമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, വോയിസ് ആക്ടിവേഷൻ സംഭവിക്കുമ്പോൾ നിന്റെ ജോലിയിലെ എതിരുകൾ മാറുകയാണ്, നിനക്ക് വിരോധമായ ദേശത്തിൽ നിൽക്കുന്ന എതിരുകൾ മാറുകയാണ്, നാളുകളായിട്ട് നിൽക്കുന്ന വാടക വീടുകൾ മാറി നിനക്ക് വേണ്ടി ദൈവം സ്വപ്ന തുല്യമായത് ചിലത് കൈമാറാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ നിന്റെ മുമ്പിൽ അസാധ്യമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നതിനകത്ത് നീ പ്രാർത്ഥനയിൽ കാലുവെക്കുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായത് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ചിലവർക്ക് വേണ്ടി ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 127 സങ്കീർത്തനം അതിന്റെ 2 വാക്യം നമുക്ക് ഒരുമിച്ച് വായിച്ചുകൊണ്ട് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ, നിങ്ങൾ അധികാലത്തെ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ, തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവിക അനുകൂലത, ദൈവിക ഫേവർ നിന്റെ മേളിലുണ്ടെങ്കിൽ നീ നിഷ്പ്രയാസം ചില നന്മകളിലേക്ക് കയറി വരാൻ പോവുകയാണ്. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകൾ പലതിനെക്കുറിച്ചും ഭാരപ്പെട്ടുകൊണ്ടായിരിക്കും. പക്ഷേ 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നവനെ യേശു കണ്ട് അവൻ്റെ അടുക്കൽ വന്നു. അവൻ പറയുന്നത്, എനിക്ക് ആ കുളത്തിൽ എങ്ങനെയും ഇറങ്ങി ഒന്ന് സൗഖ്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ട് എങ്ങനെയും ആ കുളത്തിൽ ആരെക്കാളും മുമ്പ് ഇറങ്ങിയാൽ വിടുതൽ സാധ്യമെന്ന് പറയുമ്പോൾ യേശു പറയുകയാണ്, നീ ആ കുളത്തിൽ ഇറങ്ങി സൗഖ്യമാകേണ്ട, ഇപ്പോൾ നിന്റെ കിടക്കയെടുത്ത് എഴുന്നേൽക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അസാധാരണ ഫേവറിൻ്റെ സമയമാണ്. ആ ഫേവർ ഇതാണ് നിങ്ങളുടെ ശബ്ദത്തിന് മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലകൾ നീങ്ങിപ്പോകാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഒത്തിരി നാളുകളായി പലവരും നിന്നോട് പറഞ്ഞിട്ട് ചിലവർ ചില ഇൻ്റർവ്യൂ കഴിഞ്ഞു, അവർ പറഞ്ഞു അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ നന്മയെ തടഞ്ഞു മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതേപോലെ തന്നെ നിങ്ങൾ ഒരു ബാങ്കിൽ ചെന്നാൽ നാളെ വരാൻ അല്ലെങ്കിൽ അടുത്ത മാസം നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വീണ്ടും മടക്കി വിട്ടതുപോലെയുള്ള
പോലുള്ള അനുഭവങ്ങൾ കാണാം. ഇങ്ങനെ പലവിധമായ തടസ്സങ്ങൾ നിൽക്കുമ്പോൾ അറിയാം, ചിലവരെ നിങ്ങളെ നോക്കി വിളിച്ചു പറഞ്ഞു അടുത്ത ദിവസം 8 മണിയാകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അറിയാം അടുത്ത ആഴ്ച ഇന്ന സമയം നിങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വോയിസിനെ നിങ്ങൾ ആക്ടിവേറ്റ് ആക്കുക. നിങ്ങൾ വ്യക്തമായി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് നന്ദി പറയുന്നവരാണെങ്കിൽ, ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ആത്മമണ്ഡലത്തിൽ എന്തോ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തോ ഒരു ഭയങ്കരമായ ആക്ടിവേഷൻ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, മാറ്റിവെച്ചത് സഡനായി ഇതാ നിങ്ങളെ വിളിച്ചേൽപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഞാൻ നടന്നൊരു സംഭവം പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുകയും കളിപ്പിക്കപ്പെട്ടു പോവുകയും ചെയ്ത പൈസ 4 ലക്ഷം രൂപ കൊടുത്തു എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു മകൻ അവൻ്റെ മാതാവുമായി എന്നെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ആ ഏജൻസിയിൽ നിന്നൊന്നും പൈസ തിരിച്ചു ലഭിക്കാത്തതാണ്. ഹല്ലേലൂയ. എന്നാൽ 3 പ്രാവശ്യം അവരുമായി ചേർന്ന് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം അവർ വിളിച്ചു പറഞ്ഞു, അക്കൗണ്ട് നമ്പർ ചോദിച്ചു. മറ്റാർക്ക് കൊടുത്തില്ലെങ്കിലും ഈ കുടുംബത്തിന് 10,000 രൂപ മാത്രം അവർ സർവീസ് ചാർജിൽ നിന്ന് എടുത്തുകൊണ്ട് ബാക്കി മുഴുവൻ 3,90,000 രൂപ അവർക്ക് മടക്കി കൊടുത്തു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കളിപ്പിക്കപ്പെട്ടു പോയ, തടയപ്പെട്ട് കിടക്കുന്ന ചില മേഖലകളിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വോയിസിന്റെ വെളിയിൽ എൻ്റെ കൂടെ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അസാധാരണ കാര്യം സംഭവിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ നിങ്ങൾ എവിടെയാണ്, ഏത് മേഖലയിലാണോ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്നത് അവിടേക്ക് കരം നീട്ടിപ്പിടിക്കുക. ഇപ്പോൾ സ്വർഗസ്നായ ദൈവം നിങ്ങളുടെ കരത്തിൽ പിടിക്കാൻ പോവുകയാണ്. അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. കണ്ണുകളൊന്ന് അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ ശബ്ദം ഇപ്പോൾ ആക്ടിവേറ്റ് ആകുകയാണ്. ഇവർ ശബ്ദം ഉയർത്തുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ തടയപ്പെട്ട് കിടക്കുന്ന ചിലത് ഇപ്പോൾ ദൂതന്മാർ അത് ഇവരുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അസാധാരണമായ വിടുതലുകൾ, അസാധാരണമായ സൗഖ്യങ്ങൾ, അസാധാരണമായ വഴികൾ തുറക്കട്ടെ. ഇവരുടെ വിദ്യാഭ്യാസം അടഞ്ഞുപോയത് ഇപ്പോൾ ഓപ്പൺ ആകട്ടെ. ഇവരുടെ ജോലി നഷ്ടമായതിനകത്ത് പുതിയത് വെളിപ്പെട്ട് വരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി ചലിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, തിരുരക്തത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വലിയ വലിപ്പം സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരസാധാരണ ദൈവപ്രവൃത്തി ഇവരുടെ മേളിൽ സംഭവിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവെ, അനേകർ വിടുതലേക്ക് വരികയാണ്, അനേകർ സൗഖ്യത്തിലേക്ക് വരികയാണ്. ഇത് നിങ്ങളുടെ സൗഖ്യമാണ്, ഇത് നിങ്ങളുടെ സമയമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ആഴത്തിൽ നീക്കി വലയിറക്കുക. നിങ്ങളുടെ പടകൾ നിറയാൻ പോകുന്നു. ദൈവ ശബ്ദത്തിനകത്ത് നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കുക. ഇതാ നിന്റെ പാത തുറക്കാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വിടുതൽ നടന്നതിനായി സ്തോത്രം. അത്ഭുതം നടന്നതിനായി നന്ദി. ഇപ്പോൾ തന്നെ ഇവർ സമാധാനത്തിലേക്ക്, ഇവർ സ്വസ്ഥതയിലേക്ക് വന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ഇതൊരു പ്രസംഗമായിട്ടല്ല, ഇത് നിങ്ങളുടെ വിടുതൽ ശുശ്രൂഷയായിരുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യാൻ തയ്യാറാകണം. അതേപോലെ തന്നെ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കുന്നു. നമുക്ക് തൃശ്ശൂരിലും എറണാകുളത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ആരാധന നടക്കുകയാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ എവിടെയാണോ ശ്രദ്ധിക്കുന്നത് അവിടേക്ക് കടന്നു വരികയും ഇപ്പോൾ തന്നെ വിളിച്ച് ഹല്ലേലൂയ നിങ്ങളുടെ കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗത്തിൽ തന്നെ യൂട്യൂബിലേക്ക് പാസ്റ്റർ റോയ് ഹെൻറി എന്ന് അടിച്ചാൽ അത് കടന്നു വരുന്നതാണ്. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയും. നിങ്ങൾ ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവർത്തിക്കായി ഒരുങ്ങാം. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുന്നു. നമുക്ക് ഒരുമിക്കാം പ്രിയരെ. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.